നമസ്കാരം. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പശ്ചിമ ബംഗാളിൽ മതം കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും അവസാനിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം BJP ഹിന്ദു ധ്രുവീകരണത്തിനും തൃണമൂൽ കോൺഗ്രസ് ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ഏകീകരണത്തിനും വലിയ തോതിൽ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും മതപ്രീണനം തുടരുകയാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അടുത്ത അനുയായിയും കൊൽക്കത്ത മേയറുമായ ഫിർഹാദ് ഹക്കീം ഇസ്ലാം മതം സ്വീകരിക്കാൻ ആളുകളെ പരസ്യമായി ആഹ്വാനം ചെയ്താണ് വിവാദത്തിലായിരിക്കുന്നത്. ഇസ്ലാം മതത്തിൽ ജനിക്കാൻ കഴിയാതെ പോയവർ ഭാഗ്യശൂന്യരാണെന്നും അവരെ കൂടി ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന കർമ്മമാണെന്നുമാണ് കൊൽക്കത്ത മേയർ ഫിർഹാദ് ഹക്കീം പ്രസംഗിച്ചത്. മുതിർന്ന തൃണമൂൽ നേതാവ് കൂടിയായ ഹക്കീമിൻ്റെ സാക്കിർ നായിക് മോഡലിലുള്ള ഈ പ്രസംഗത്തിനെതിരെ BJP നേതാക്കൾ ശക്തമായി രംഗത്ത് വന്നു. ഓൾ ഇന്ത്യ ഖുറാനേർ ആലോ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഹക്കീം. നമ്മൾ മുസ്ലിങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള പാത പ്രവാചകൻ ഒരുക്കി തന്നിട്ടുണ്ട്. കൊടും കുറ്റങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ സ്വർഗം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ മറ്റു മതങ്ങളിൽ ജനിച്ച ഭാഗ്യശൂന്യരെ കൂടി ഇസ്ലാമിൻ്റെ അനുഗ്രഹത്തിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇസ്ലാമിൽ ജനിക്കാത്തവർ നിർഭാഗ്യവാന്മാരാണ്. അവർ നിർഭാഗ്യത്തോടെയാണ് ജനിക്കുന്നത്. നമ്മൾ അവരെ ഇസ്ലാമിൻ്റെ കീഴിലാക്കണം. അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഇസ്ലാമിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് പുണ്യമാണെന്നും ഹക്കീം പറഞ്ഞു. ഹക്കീമിൻ്റെ വാക്കുകൾ വർഗീയ സ്വഭാവമുള്ളതും ഇതര മതക്കാരെ ആക്ഷേപിക്കുന്നതുമാണെന്നും BJP ബംഗാൾ സംസ്ഥാന അധ്യക്ഷൻ സുകാന്ത മജുംദാർ പറഞ്ഞു. മതസ്വാതന്ത്ര്യവും തുല്യതയും പോലുള്ള ആശയങ്ങളെ തുരങ്കം വയ്ക്കുന്നതാണ് ഹക്കീമിൻ്റെ പ്രസംഗമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃണമൂൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് BJP IT സെൽ മേധാവി അമിത് മാളവിയയും രംഗത്ത് വന്നു. പശ്ചിമ ബംഗാളിലെ തീവ്ര പ്രീണന രാഷ്ട്രീയത്തിനായുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ താൽപ്പര്യം പരസ്യമായ രഹസ്യമാണ്. പാർട്ടിയുടെ നിരന്തര പ്രീണന രാഷ്ട്രീയം ഫലം കണ്ടു. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങളിൽ നിന്നും അത് വ്യക്തമാണെന്നും അമിത് മാളവ്യ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അടുത്തിടെ ഒരു തൃണമൂൽ നേതാവ് ഒരു പുരുഷനെയും സ്ത്രീയെയും പരസ്യമായി ആക്രമിക്കുന്നത് കണ്ട വീഡിയോയെ പരാമർശിച്ച് മാളവ്യ ഇങ്ങനെ എഴുതിയിരുന്നു: ശരിയ കോടതി ശിക്ഷയ്ക്ക് സമാനമായ രീതിയിൽ ഒരു സ്ത്രീയെ പരസ്യമായി ചമ്മട്ടിക്കൊണ്ട് അടിച്ചത് എന്തിൻ്റെ സൂചനയാണ്? മുസ്ലിം രാഷ്ട്രത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സാധാരണമാണെന്നാണ് അവകാശപ്പെടുന്നത്. ദീദിയുടെ കീഴിൽ പശ്ചിമ ബംഗാൾ പൂർണ്ണമായും മുസ്ലിം രാഷ്ട്രമായി മാറുന്ന ഒരു ദിവസം വിദൂരമല്ല എന്നും മാളവ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഭവം വൻ വിവാദമായതോടെ പതുക്കെ പ്ലേറ്റ് മാറ്റാനുള്ള ശ്രമത്തിലാണ് കൊൽക്കത്ത മേയർ. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു മതേതര വ്യക്തിയാണ് താൻ എന്നാണ് ഇപ്പോൾ ഫിർഹാദ് ഹക്കീം പറയുന്നത്. ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ തനിക്കെതിരെ പോരാടാനും തന്നെ പരാജയപ്പെടുത്താനും അദ്ദേഹം BJPയെ വെല്ലുവിളിച്ചു. അതൊരു വിവാദ പ്രസ്താവന ആയിരുന്നില്ല. ഞാൻ ഒരു മതേതര വ്യക്തിയാണ്. ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. ഞാൻ BJP പറയുന്ന കാര്യങ്ങളിൽ ആശങ്കപ്പെടുന്നില്ല. ഹിന്ദു മേഖലകളിൽ എന്നോടൊപ്പം പോരാടാൻ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. അവർ എന്നെ തോൽപ്പിച്ചാൽ ഞാൻ രാഷ്ട്രീയം വിടും എന്നും ഹക്കീം പറഞ്ഞു. എന്നാൽ സാക്കിർ നായിക് അടക്കമുള്ളവർ ചെയ്യുന്ന അതേ പണിയാണ് കൊൽക്കത്ത മേയറും ചെയ്യുന്നതെന്നും ഇത് മതേതര ഇന്ത്യക്ക് നാണക്കേടാണെന്നുമാണ് നിഷ്പക്ഷമതികളായ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.